ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിയും ബുൾസയും കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ കഴിച്ചുകൊണ്ട് കഥ തുടങ്ങാം. കഥ വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്കൊരു വാട്ട ഈറ്റിനെ ഡേ ആയിട്ട് വീഡിയോ ഫുള്ള് ചെയ്യാം, ലോങ് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഞാൻ പോയി രാവിലെ സ്വന്തമായിട്ട് ദോശ ചുടുന്നൊക്കെ പറഞ്ഞ് പോയി ചുട്ടതാണ്. ദോശ ചുട്ട് കുഴപ്പമില്ല, 2 ബുൾസയും കൂടെ അടിച്ചിട്ട് അതെടുത്ത് പാത്രത്തിലോട്ട് ഇടാൻ പോയപ്പോൾ ദോശക്കല്ല് താഴെ പോയ സമയത്ത് ഞാൻ ദോശക്കല്ലിനൊന്ന് താങ്ങി, ചൂട് ദോശക്കല്ലിനെ ഞാൻ താങ്ങി എന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ കൈക്ക് നല്ല രീതിയിൽ പണി കിട്ടി, കൈ നല്ല രീതിയിൽ പൊള്ളി. അത് നിങ്ങൾക്ക് എൻ്റെ 2 കൈയുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും, നല്ലതുപോലെ പൊള്ളിയിട്ടുണ്ട്. വേറൊരു പണിയില്ലാത്തോടെ ഞാൻ ചെയ്തതെന്നും പറഞ്ഞ് ഞാനങ്ങ് ആശ്വസിക്കുക. എൻ്റെ അടുത്ത് ഉമ്മ മര്യാദയ്ക്ക് പറഞ്ഞതാ, ഞാൻ ദോശ ചുട്ടുതരാം, ബുൾസ് അടിച്ചുതരാം എന്നൊക്കെ. അപ്പൊ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ പോയി, ഞാൻ ചെയ്യാം ഉമ്മ, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ഞാൻ പോയി ചെയ്തതാണ്. എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, സമയദോഷം അല്ലാതെ പിന്നെ എന്തോ. എനിക്ക് കൈ വെച്ച് ഇങ്ങനെ മടക്കാൻ പോലും വയ്യാത്ത രീതി നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് ആശ്വസിക്കാം. നല്ല മധുരം. എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അറിയാം, വയറ് ഫുള്ളായി, പല്ലൊക്കെ ഇപ്പം ചുമ അക്ഷയായിട്ടിരിക്കും. ഈ സാധനം സീസൺ ആയാൽ എൻ്റെ വീഡിയോയിൽ ഫുള്ള് കാണും, ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ചാൽ പല്ലും വായും നാക്കും എല്ലാം ചുമക്കും. ഞാൻ ബസ്സിന് ചെയ്യും ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഞാൻ പുള്ളിയെ കൈ വെച്ചുകൊണ്ട് ഫുള്ള് തിന്നു തീർക്കട്ടെ. ഇനി അടുത്തത് അപ്പൊ ഇത്രയേ ഉള്ളു. ഞാൻ ഈ ഫുള്ളെന്ത് കഴിച്ചു തീർക്കട്ടെ. ഞാൻ അടുത്ത ഫുഡായിട്ട് പിന്നെ കാണാം. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ മാവിന്ന് ഒരുവിധ ഇളം പഴുത്തൊരു മാങ്ങ എനിക്ക് ഇങ്ങോട്ട് തന്നു. ഇപ്പം പറിച്ചെടുത്തതെന്ന് പറഞ്ഞ് കൊണ്ട് തന്നതാണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ മാങ്ങ നല്ല പുളിപ്പായിരുന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല പഴുത്ത മാങ്ങ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ പോയി നല്ലൊരു പഴുത്ത മാങ്ങ എടുത്തുകൊണ്ട്, അതായത് ഊറി കഴിക്കുന്ന ടൈപ്പ് മാങ്ങയാണ്. ഇത് ഭയങ്കര മധുരമാണ്. ഇതിന്റെ തൊലി വരെ നമുക്ക് കടിച്ച് അടിപൊളിയായിട്ട് കഴിക്കാം. അങ്ങനെ ഇതിന്റെ 2 മാങ്ങ ഞാൻ കഴിച്ച് തീർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങ. അത് കഴിഞ്ഞ ശേഷം രാത്രിയായപ്പോൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ബിരിയാണിയാണ്. ബിരിയാണിയും സാലഡും കൂടെ കൂട്ടി രാത്രി കഴിക്കുന്ന. പിന്നെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിസ്റോളാണ്. ഇതുകൂടെ കഴിച്ച് നേരത്തെ ഫുഡ് തീർന്ന്. അപ്പം ബൈ.